പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. പാടാമെന്നല്ല, വിചാരിക്കും ഈ പെണ്ണും പിള്ള എല്ലാ ദിവസവും ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ വില പറയൽ, പിന്നെ അത് കാണിക്കൽ. ഞാൻ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് അടുത്ത വീട്ടിലത്തൊന്നും കാണിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു നല്ലൊരു കാര്യമാണ്, നല്ലൊരു ട്രിക്കാണ്, ഒരു ഉപകാരപ്രദമാണ്. നമ്മുടെ നാട്ടിൽ മലയിൽ താമസിക്കുന്ന, കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ പറയും ആദിവാസികൾ എന്ന് പറയാം. ഇവിടെയും അതുപോലെ തന്നെയാണ്, ആദിവാസികൾ അങ്ങനെയാണ് പറയും. അപ്പോൾ അവർ പാവങ്ങൾ, അവരുടെ കയ്യിൽ തൂക്കം നോക്കണം മെഷീൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ തുലാസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ ഏകദേശം ഒരു 5 മണിയാകുമ്പോഴാണ് അവിടെ ഇറങ്ങി വരണ്ടേ, മലയിൽ നിന്നൊക്കെ ഇറങ്ങി വരണ്ടേ, മലവെയിലിൻ്റെ പുറകെ ഭാഗത്താണ്. അപ്പോൾ അവിടെ കാടും മലകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് പാവങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ എണ്ണി നോക്കാൻ കൂടി അറിയില്ല. ഇപ്പോൾ അത് പന്നാസ് എന്ന് പറഞ്ഞ പന്നാസ് എന്ന് പറഞ്ഞാൽ മറാഠിയിൽ 50 റുപ്പീസ്, 50 റുപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്തിട്ട് അത് നോക്കാൻ കൂടി അവർക്കറിയില്ല. പക്ഷേ അവർ കിട്ടണത് വാങ്ങിച്ച് ഭയങ്കര സന്തോഷത്തോടുകൂടി ഇങ്ങനെ ഇരിക്കും. കിലോ നോക്കുന്ന സാധനമില്ല. അപ്പോൾ ഞാൻ ഈവനിങ് ടൈമാണ് അത്, ഹരുണില്ലാത്ത വിദ്യ എന്നാണ് വയൽ വരുന്നത് വിദ്യ. അപ്പോൾ ഹരുൺ പിന്നെ അവൻ്റെ വൈഫായിട്ട് പുറത്ത് പോയ സമയത്താണ് എൻ്റെ ഈ വികൃതികളൊക്കെ. ഞാൻ പുറത്ത് പോയി, അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനാണ് പോയത്. ഫ്രൂട്ട്സിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി, അവർ ഹരുണും ഡാഡൊക്കെ കൊണ്ടുവരും, പച്ചക്കറിയൊക്കെ കൊണ്ടുവരും. പക്ഷെ എന്നാൽ കൂടി ഞാൻ ഇത്തിരി കാണുന്നത് ഞാനും വാങ്ങിക്കും. ഞാൻ ആദ്യം മാങ്ങയാണ് നോക്കിയത്. അപ്പോൾ ഇത്ര കൂട്ടം മാങ്ങ, ഇത്രയുണ്ട് മാങ്ങ. ഇത്ര മാങ്ങയ്ക്ക് അവർ പറഞ്ഞത് 20 രൂപ. ഓക്കെ. പിന്നെ അതിങ്ങനെ ഓരോ ബണ്ടിലായിട്ട് ഇങ്ങനെ വയ്ക്കും. പിന്നെ ഇത് ഇത് കായ, എന്ത് തരം കായ എന്നറിയില്ല. ഇത് അവരുടെ കാട്ടിലുണ്ടായ കായയാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം കായ അല്ല തോന്നുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഇത് എത്രയാണ്? അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് എത്ര വേണ്ടേ? അപ്പോൾ പറഞ്ഞു എനിക്ക് 1/2 കിലോ മതി. 1/2 കിലോയ്ക്ക് എത്രയോ? 1/2 കിലോ 30 രൂപ. അപ്പോൾ അവർ ഇത് ഇത്ര കാണിച്ചു തന്നത്. ഞാൻ അടുത്ത് ഒരു മുന്തിരി വിൽക്കണ ആളുണ്ട്, അവൻ്റെ കയ്യിൽ ഇത് ത്രാസുണ്ട്, അതായത് തൂക്കം നോക്കണ ഇത് മെഷീനല്ല, ത്രാസുണ്ട്. അപ്പോൾ ആ ത്രാസിൽ വെച്ചിട്ട് മുന്തിരി തൂക്കം നോക്കണ ഇതിൽ ഞാൻ എടുത്ത് ഈ കായ വെച്ച് നോക്കിയപ്പോൾ ഇത് ജസ്റ്റ് 1 കിലോ ഉണ്ട്. 1 കിലോയ്ക്ക് 30 രൂപയാകുമ്പോൾ 60 ആണ്. ഞാൻ പറഞ്ഞു, അപ്പോൾ അവിടെ നിന്ന് കുറച്ചൊന്ന് പേശി ഞാൻ പറഞ്ഞു ഇത് ഞാൻ 50 രൂപയ്ക്ക് എടുക്കാം. അത് പറഞ്ഞു പാവാതെ എടുത്തോന്നാണ്. ഒരു കായ എനിക്ക് ഒന്നും അറിയാതെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. അതാണ് പാവ ആൾക്കാരുടെ ഒരു സ്നേഹം. അപ്പോൾ പൈസ പാവം, അതിനെ എണ്ണി നോക്കാൻ കൂടി എനിക്ക് തോന്നുന്നുണ്ട് അറിയില്ലയാണ്. പക്ഷെ അത് വാങ്ങിച്ച് വലിയ സന്തോഷം. ഇന്നത്തെ ജീവിതം കുശാലായില്ല. അതായത് ഇങ്ങനെ ഒരു ചെറിയൊരു ചാക്കിൻ്റെ ഇതിട്ടിട്ട് അതൊന്നും അങ്ങനെ നെത്തി വെച്ചിരിക്കുക. അപ്പോൾ മുന്തിരി നോക്കണ ആൾക്ക്
അത് എൻ്റെ ഈ മാങ്ങയൊക്കെ വെയിറ്റ് നോക്കാനായിട്ട് മാങ്ങ വെയിറ്റ് നോക്കിയില്ല, അതൊരു കൂട്ടാണല്ലോ. ഇത് കായ വെയിറ്റ് നോക്കാനായിട്ട് ഒന്നും വലിയൊരു താല്പര്യമില്ല. അവൻ വിചാരിച്ചതെന്ന് വെച്ചാൽ വെയിറ്റ് നോക്കാൻ വേണ്ടി എന്തിനാ എൻ്റെ അടുത്ത് തന്നെ ഇത് വാങ്ങിക്കുന്നുണ്ടോ. പക്ഷെ ഞാനിത് വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് സന്തോഷം. അവൻ പറഞ്ഞത് ഒറ്റ കിലോയ്ക്ക് 180 രൂപ, 180. അപ്പോൾ ഞാൻ പറഞ്ഞു 180 इतना ज़्यादा है, कम करो. 140 में देगा. फिर भी बहुत लोग आ रहा है, जा रहा है, जा रहा है, आ रहा है. അതായത് കുറേ പേര് അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്, ആരും ഒന്നും വാങ്ങണില്ല. അപ്പോൾ അവന് മനസ്സിലായി ഫുൾ എക്കോണമി ഡൗണാണ്. ഹോർമോസ് ഗ്യാൻഡപ്പോൾ ഹോർമോസ്. അപ്പോൾ എല്ലായിടത്തും എക്കോണമി ഡൗണാണ്. അപ്പോൾ അവൻ പറഞ്ഞു तो 140 तो दे दो, അതായത് 140 റുപ്പീസിന് എനിക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കളിപ്പിക്കണമെങ്കിൽ ഞാൻ ഈ പാവം നീ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് എന്ത് പറയണോ ഞാൻ ആ പൈസ നീ കൊടുക്കാൻ പോവാണ്. ഇന്നത്തോടുകൂടി അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഉള്ള പൈസ കട്ട് ചെയ്യണേ ഞാൻ ഇനി അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത്, അതായത് ഇങ്ങനത്തെ ഒരു കളിപ്പിക്കുക 180 പോലത്തെ 180 പറഞ്ഞു. പിന്നെ അവനത് കുറച്ച് 140 ആക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു 120 ആണെങ്കിൽ ഞാൻ വേണ്ടത് വേഗം പറഞ്ഞാൽ സമ്മതിച്ചു. അപ്പോൾ അതായത് 120 ഇല്ല, റുപ്യ ചോദിക്കായിരുന്നു. ഒരു 100 രൂപ ചോദിച്ചെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ വേണ്ട, പോട്ടെ, അത് വെയിലത്ത് പാവം ഉന്തുവണ്ടിയും തല്ലി നിൽക്കണമല്ലോ. അപ്പോൾ അതിനെ 1 കിലോ മുന്തിരി ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഈ മുന്തിരിയൊക്കെ ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കഴുകരുത് കേട്ടോ. കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുഴുവനും പെട്ടെന്ന് നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴുകണം. കഴുകല്ല വേണ്ട, ശരിക്കും പറഞ്ഞാൽ ഇത് കേടുള്ളതുണ്ട്. കഴുകല്ല വേണ്ട, ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ വെള്ളത്തിൽ ഉപ്പിടുക, ഉപ്പ് സോഡ പൗഡർ ഇട്ട് വെച്ച്, സോഡ ഇല്ലെങ്കിലും ഉപ്പിട്ടിട്ട് വെക്കുക. കുറച്ച് നേരം വെച്ചിട്ട് ആവശ്യത്തിന് എത്ര എടുക്കണോ അത്ര ആവശ്യത്തിന് എടുത്ത് ഉപ്പിട്ട് വെച്ച് നമ്മൾ അത് കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പർച്ചേസിങ്. എനിക്ക് എൻ്റെ ഇത് പറയാൻ പറ്റുള്ളൂ, എനിക്ക് മറ്റുള്ളൊരു കാര്യം പറയാൻ പറ്റും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഹോർമോസ് തുറന്നു, ഹോർമോസ് അടച്ചു, വീണ്ടും ഹോർമോസ് തുറന്ന് ഹോർമോസ് അടച്ചു. ഇതെന്തത് ഞാൻ ആലോചിക്കേണ്ടത്, ടോം ആൻഡ് ജെറി കളിയാണോ അത്? ഹോർമോസ് തുറക്കുക പിന്നെ ഹോർമോസ് അടയ്ക്കുക, അടയ്ക്കുക തുറക്കുക, തുറക്കുക അടയ്ക്കുക. തലയ്ക്ക് വട്ടാണോ എല്ലാവർക്കും? കുറച്ചെങ്കിലും ഒരു ബോധം വേണം, കുറച്ചൊരു മെച്യൂരിറ്റി ഇല്ല. ഇത്രയും വയസ്സുള്ള ഡൊണാൾഡ് ട്രംപിന് എന്ത് മെച്യൂരിറ്റി ഉള്ളത്. ഓക്കെ, ടാറ്റ, ബൈ ബൈ. മുന്തിരി എല്ലാം കഴിച്ച്. അപ്പോൾ മാങ്ങ, മുന്തിരി, കായ, മാങ്ങ, മുന്തിരി, കായ, ഇതാണ് എൻ്റെ അയ്യോ എല്ലാം വീട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. നല്ലൊരു ദിവസം ആശംസിക്കണം. കൊടുമ്പിരി ചൂടാണ് കേട്ടോ, ചൂടാണ്, ഒരു രക്ഷയില്ല. എ സി ഞാൻ ഓണാക്കും, കാണാണ്ട് ഓഫ് ചെയ്യും. പിന്നെയും ഞാൻ വീണ്ടും അവരുറങ്ങി വീണ്ടും ഓണാക്കും, ആദ്യം ഓണാക്കും. കറണ്ട് ബില്ല് എത്രയാണ് എന്നാണ് ചോദ്യം. എത്രയെങ്കിലും ആയിക്കോട്ടെ, ആ കാര്യം ചൂടെടുത്ത് ജീവിക്കാൻ പറ്റുമോ മനുഷ്യൻ? ചേച്ചിക്ക് എ സിയിലാണ്ട് പറ്റില്ല കേട്ടോ. ബൈ ബൈ, ടാറ്റാ.